ഡിവോഴ്സ് ഒഫീഷ്യലി ഡിവോഴ്സ് ആയി എന്ന് എനിക്കറിയാം. പിന്നെ ബാക്കി കാര്യങ്ങൾ അവർ കുടുംബമായിട്ട് തീരുമാനിക്കേണ്ടതല്ലേ, അതവർ തീരുമാനിക്കും. ഒരു പ്രാവശ്യം വന്നിരുന്നു എന്ന് ഞാൻ കേട്ടു. അപ്പോൾ ഞങ്ങൾ പറയും, രഞ്ജിത മോളെ വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, എന്ത് കാര്യവും ഞങ്ങൾ ചെയ്തോളാമെന്ന് പറയുമായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം, പിന്നെ അഡ്മിഷൻ കിട്ടി, അവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ട് ചേർത്തു. രഞ്ജിതൻ്റെ വീട്ടിൻ്റെ അടുത്ത് കൂടിയാണല്ലേ, വർഷങ്ങളായി രഞ്ജിതയെ അറിയാമായിരിക്കുമല്ലേ? ഞാനിവിടെ വന്ന കാലം മുതൽ രഞ്ജിതയെ അറിയാം. രഞ്ജിതയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ വേദനകളല്ലാതെ ഈ നാട്ടിലുള്ള ആർക്കും രഞ്ജിതയെക്കുറിച്ച് മറ്റൊരഭിപ്രായം പറയാനില്ല. രഞ്ജിത അവധിയെടുത്ത് മസ്കറ്റിൽ പോയി. രഞ്ജിതയുടെ സ്വന്തം വീട് എനിക്ക് തൊട്ടയലത്തായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അവധി കഴിഞ്ഞ് തക്ക സമയത്ത് മടങ്ങി വന്നില്ല. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് അതിനുള്ള പേപ്പേഴ്സ് ചെന്നപ്പോൾ റീജോയിൻ ചെയ്യാനുള്ള പേപ്പേഴ്സ് എല്ലാം ശരിയാക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇവർ കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മ മീൻസ് വല്യമ്മ കുമ്പഴയായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വന്തം സ്ഥലത്തൊരു വീട് വേണം, അമ്മയും കുഞ്ഞുങ്ങളെയും സ്വസ്ഥമാക്കണം എന്നുള്ളതായിരുന്നു രഞ്ജിതയുടെ ഏറ്റവും വലിയ ആഗ്രഹം. സത്യം പറഞ്ഞാൽ രഞ്ജിത തിരിച്ചു പോയതും രഞ്ജിതയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു സുഖമില്ലാത്ത തൻ്റെ അമ്മയും കുഞ്ഞുങ്ങളെയും സ്വസ്ഥമാക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു, കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ കൊച്ചുമോൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ OEM തന്നെ അവരെ കൊണ്ടുപോയി. മോളെ അവിടെ ചേർത്തു, മോനെ ഇവിടെ അടുത്ത് വേറൊരു സ്കൂളിൽ ചേർത്തു. അത് കഴിഞ്ഞ് പോയി. നിർഭാഗ്യവശാൽ ഏതോ ഒരു പേപ്പറിൽ ഒപ്പിടാനായിട്ട് ബാക്കിയുണ്ടായിരുന്നു. ആ ഒപ്പിടാനായിട്ട് 3 ദിവസത്തെ അവധിക്ക് വന്നതാണ്. വന്നു, കണ്ടു, ഒപ്പിട്ടു, എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ എല്ലാ പേപ്പേഴ്സും റെഡിയാക്കിയിട്ടുണ്ട്, ഞാൻ മടങ്ങിപ്പോവുകയാണ്. ഓണത്തിനേക്ക് ഗൃഹപ്രവേശനം വെച്ചിട്ടുണ്ട്, തൽക്കാലം ഒരു മുറി ഒന്ന് ശരിയാക്കി അമ്മയും കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ ആക്കാം. ഓണം ആകുമ്പോഴത്തേക്ക് എനിക്ക് റീജോയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും, അപ്പോഴത്തേക്ക് ഇങ്ങ് വരാമെന്ന് പറഞ്ഞു പോയതാണ്. രഞ്ജിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും പ്ലസൻ്റായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, അത് കൂടെ ജോലി ചെയ്തവരും പഠിച്ചവരും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണല്ലോ. എല്ലാവരോടും ചിരിച്ച് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു പ്രകൃതമായിരുന്നു. അത്രയ്ക്ക് വളരെ സ്നേഹനിധിയായ ഒരു സഹോദരിയായിരുന്നു. അതുകൊണ്ടാണ് റീജോയിൻ ചെയ്യാൻ വൈകി. അത് പിന്നെ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നില്ല, അറിയാമല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് വൈകി. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൽ നിന്ന് പിന്നെ പേപ്പേഴ്സ് അയച്ച് ഫർദർ പ്രൊസീഡിങ്സിന് പോകാതിരിക്കണമെങ്കിൽ വന്ന് എത്രയും പെട്ടെന്ന് അതിന് ക്രമീകരിക്കണം. അതുകൊണ്ട് ഓടി വന്ന് റീജോയിൻ ചെയ്യാനുള്ള പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി കൊണ്ടുപോയത്. അപ്പോൾ രഞ്ജിതയെ സംബന്ധിച്ചോളം ഈ നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. ഞങ്ങളൊക്കെ ഏറ്റവും സ്നേഹത്തോടെ കണ്ടിരുന്ന എന്ത് കാര്യത്തിനും. കാരണം ഞാനും വീട് പണിതിട്ട് കുറച്ച് നാളെ ആയാലും, അതുകൊണ്ട് വീട് പണിയുടെ പല കാര്യങ്ങളും എന്നോട് വന്ന് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു, വളരെ സ്നേഹത്തോടെ. രഞ്ജിതയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ ഭവനമെന്ന് പറയുന്നത്. കാരണം കുഞ്ഞുങ്ങളെ അമ്മയും സ്വസ്ഥമാക്കുക, എന്നിട്ട് തിരിച്ചു വന്ന് ഗവൺമെൻറ് ജോയിൻ ചെയ്തുകൊണ്ട് മക്കളുടെ കൂടെ അമ്മയുടെ കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു രഞ്ജിതയുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നം. അത് സാധിച്ചില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. മരണം സംഭവിച്ചു, ഇന്നേക്ക് 13 ദിവസമാകുന്നു. ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലിരുന്ന് താമസിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെയും വലിയ ആശങ്കയായി. കാരണം എല്ലാ ബോഡികളും ഐഡൻറ്റിഫൈ ചെയ്തിട്ടും രഞ്ജിതയുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ഉയർന്നു. അതിനിടയിലും ചില ന്യൂസിൻ്റെ ഒക്കെ അടിയിലുണ്ടായിരുന്നു, അത് രഞ്ജിത അതിലില്ലാതിരുന്നെങ്കിലെന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങളുടെ ഒരു രഞ്ജിത അവിടുന്ന് ഓടിപ്പോയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ഒരു ചിന്ത. അപ്പോൾ ഇനി ബോഡി ഒരുപക്ഷെ കിട്ടിയില്ല എങ്കിൽ നമുക്കെല്ലാം നമ്മുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടല്ലോ. ഞങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യത്യാസം കൂടാതെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. അതുകൊണ്ട് അടുത്തതെന്താ മതാചാരപ്രകാരം ചെയ്യാനുള്ളതെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച ഒരു സമയത്ത് എന്തായാലും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ദൈവം ഒരു മറുപടി തരണം. ഭാഗ്യത്തിന് ഇന്നലെ രാവിലെ രഞ്ജിതയുടെ ബോഡി അമ്മയുടെ DNA റിസൾട്ട് വെച്ച് മാച്ച് ചെയ്ത്
കിട്ടിയെന്നറിഞ്ഞത് ഈ നാടിന് മുഴുവൻ വലിയ ആശ്വാസമായി. ഈ നാട് മുഴുവനും രഞ്ജിതയെ സ്വീകരിക്കാൻ ഒരുങ്ങി. ആ തിരക്കായിരുന്നു സ്കൂളിൽ കണ്ടത്. ഈ അവസാനമായിട്ടും അതെന്നെ കണ്ടിട്ടാണല്ലോ പോയത്. തലേദിവസം വൈകിട്ട് എന്നെ കണ്ട് എന്നോട് യാത്ര പറഞ്ഞ് ഞാൻ റീജോയിൻ ചെയ്യാനായിട്ട് അപ്പോഴത്തെ വരും. അപ്പോൾ ഓണത്തിന് ഗൃഹപ്രവേശനം നടത്തണമെന്നെല്ലാം പറഞ്ഞ് യാത്ര പറഞ്ഞു. അയ്യോ, പിറ്റേ ദിവസം കുഞ്ഞുങ്ങൾ വന്ന് ഇവിടെ വണ്ടിയിലിറങ്ങി. എൻ്റെ കൊച്ചുമോൻ ഇങ്ങോട്ടും കയറി, പാറക്കുട്ടി അങ്ങോട്ടും പോയി. ഞാനപ്പം പാറക്കുട്ടിയെന്ന് വിളിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഇവിടെ പല വണ്ടികൾ വന്നു. എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഞാൻ കയറി വന്ന് ന്യൂസ് ഇട്ടപ്പോഴാണ് പുല്ലാട് സ്വദേശി രഞ്ജിത്ത്. അപ്പോൾ തലേദിവസം രഞ്ജിത്ത് പോയത് എനിക്കറിയാം. ഞാൻ ഇറങ്ങി ഓടുമായിരുന്നു അങ്ങോട്ട്. അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടു. അപ്പോഴത്തേക്ക് ചാനലുകാർ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഏറെ താമസിയാതെ കളക്ടർ കൺഫേം ചെയ്തു. യെസ്. പിറ്റേ ദിവസവും പാറക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, അമ്മൂമ്മ എന്തിനാ കരയുന്നത്, അമ്മ നാളെ വരും എന്നും പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. പിന്നെ ആളുകളൊക്കെ വന്നു, കളക്ടറൊക്കെ വന്നു, പേപ്പേഴ്സൊക്കെ ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്ന്. അതിൻ്റെ അകത്തുനിന്ന് വരുന്നു, സാവധാനം റിക്കവർ ചെയ്ത് വരുന്നു. ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് അതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഇന്ന് 4:30 ദഹനത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ആവശ്യമായിരുന്നോ വീട്ടിലും വെക്കണം എന്നുള്ളത്? അത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം. കാരണം ജീവനോടെ രഞ്ജിതയ്ക്ക് ആ ഭവനത്തിൽ പ്രവേശിക്കാൻ സാധിച്ചാൽ അറ്റ്ലീസ്റ്റ് രഞ്ജിതയുടെ ഭൗതിക ശരീരമെങ്കിലും ആ ഭവനത്തിൽ വെക്കുക എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു താല്പര്യമാണ്. അയ്യോ, ഏതെല്ലാം. ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ വരെ നാളൊഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. അവിടെ നിന്ന് ഞാൻ ആളുകളെ നിയന്ത്രിക്കുകയായിരുന്നു. ഒരയലത്തുകാരനെന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടുന്ന ഒരു കടമ ചെയ്യുകയായിരുന്നു. അവിടെ നിന്നെല്ലാം ആൾക്കാർ, ഏതെല്ലാം തുറകളിലുള്ള ആൾക്കാർ, ഏതെല്ലാം മതവിശ്വാസങ്ങളിലുള്ള ആൾക്കാർ, ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചുകൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു വലിയ ശ്രേഷ്ഠമായ അക്കാര്യത്തിൽ രഞ്ജിത ഭാഗ്യവതിയാണ്. കേരളം മുഴുവൻ ഇത്രയും ദിവസവും വീടുകളിൽ രാഷ്ട്രീയ നേതാക്കന്മാർ, മത നേതാക്കന്മാർ, സാമൂഹ്യ നേതാക്കന്മാർ, പ്രവാസി അസോസിയേഷൻ്റെ ആളുകളൊക്കെ ഞാനുള്ളപ്പോൾ വന്നു. അങ്ങനെ നാനാ തുറകളിലുള്ള ആൾക്കാർ വന്ന് തുളസിയെ ആശ്വസിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട ധൈര്യം പകരുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ മുന്നോട്ടുള്ള പഠനകാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് നമ്മുടെ കൂടെയുണ്ട്. അതിൻ്റെ കൂടെ വിവിധ സാമൂഹിക ആധ്യാത്മിക സംഘടനകൾ മുന്നോട്ട് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ആശങ്കയില്ല. പിന്നെ ഇങ്ങനൊരു സംഭവം നടന്നു. തീർച്ചയായിട്ടും അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ള കാര്യം എന്നോട് പറയുമായിരുന്നു. അമ്മയ്ക്ക് സുഖമില്ല, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പറയും, രഞ്ജിത മോളെ വിഷമിക്കണ്ട, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, എന്ത് കാര്യവും ഞങ്ങൾ ചെയ്തോളാമെന്ന് പറയുമായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പിന്നെ അഡ്മിഷൻ കിട്ടി, അവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ട് ചേർത്തു. പോവുകയും വരികയും ചെയ്യുന്നത് സ്കൂൾ ബസ് ഇവിടെ വരും, അവർക്ക് പോവും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയലത്തുകാരും എല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാ അയലത്തുകാരും ശ്രദ്ധിച്ച് അത്ര സ്നേഹത്തോടെ കഴിയുന്ന ഒരു കുടുംബമാണ്, ഒരു സമൂഹമാണ്. ഇതിപ്പോൾ ചില വാർത്തകളൊക്കെ കാണുന്നു, ഭർത്താവ് കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കും എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ വരുന്നു. അത് അവരുടെ കുടുംബ പ്രശ്നമാണ്. നമ്മളതിൻ്റെ അകത്ത് എന്ത് അഭിപ്രായം പറയാനാണ്? ഡിവോഴ്സ് ഒഫീഷ്യലി ഡിവോഴ്സ് ആയി എന്ന് എനിക്കറിയാം. പിന്നെ ബാക്കി കാര്യങ്ങൾ അവർ കുടുംബമായിട്ട് തീരുമാനിക്കേണ്ടതല്ലേ, അതവർ തീരുമാനിക്കും. ഒരു പ്രാവശ്യം വന്നിരുന്നു എന്ന് ഞാൻ കേട്ടു. വന്നു കുഞ്ഞുങ്ങളെ. അറിയാവുന്ന ആളാണോ ഭർത്താവ്? എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല.